അപ്പോൾ ഇന്നൊരു സൺഡേ വ്ലോഗാണ്. ഇപ്പോൾ സമയം 10:45. ഇന്നലെ കിടന്നുറങ്ങിയപ്പോൾ ഏകദേശം ഒരു മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എണീറ്റേ ഉള്ളൂ. പല്ല് തേക്കണം, ചായ കുടിക്കണം. അപ്പോൾ ഇന്ന് പറഞ്ഞു വരുന്നത് ഇന്നൊരു സൺഡേ വ്ലോഗാണ്. ഞാൻ പ്രത്യേകിച്ചൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. നമുക്കിങ്ങനെ പോലെ ഗോയിങ് വിത്ത് ഫ്ലോ എന്ന് പറഞ്ഞ പോലെ പോയി നോക്കാം എന്തൊക്കെ സംഭവിക്കുന്നു. അപ്പോൾ കാണാം. പ്രത്യേകിച്ച് ഇന്ന പ്ലാൻ ഒന്നുമില്ല. കറൻ്റ്ലി പല്ല് തേക്കണം, ബ്രഷൊക്കെ ഉണ്ട്, പല്ല് തേക്കണം, ചായ കുടിക്കണം. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ പ്ലാൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് തോന്നുന്നത് നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ. ഈ റൂമിൽ ഞാൻ മാത്രമേ ഉള്ളൂ കുറച്ച് ദിവസമായിട്ട്. ഇപ്പോൾ ജൂനിയേഴ്സിൻ്റെ കൂടെയാണ് ഞാൻ താമസിക്കുന്നത്. എല്ലാവർക്കും എക്സാമിൻ്റെ സ്റ്റഡി ലീവായിട്ട് പോകുന്നതാണ്. നാട്ടിലേക്ക് പോയതെല്ലാവരും. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഈ വലിയ റൂമിൽ 10 പേര് ഞങ്ങളൊരു റൂമിലുള്ള, ഞാൻ ഒരാൾ മാത്രം, ബാക്കി 9 കട്ടിലുകളും ഞാനുമാണ് കറൻ്റ്ലി ഇപ്പോൾ ഇവിടെ ഉള്ളത്. പിന്നെ അപ്പുറത്തെ റൂമിലൊക്കെ ആൾക്കാരുണ്ട്, പക്ഷെ അവരൊക്കെ ഏകദേശം എല്ലാവരും വീട്ടിൽ പോയി. ഞാനിപ്പോൾ ഞങ്ങൾ 4 പേര് മാത്രമേ ഉള്ളൂ ഇവിടെ. സത്യം പറഞ്ഞാൽ നല്ല ബോറടിയാണ്. എൻ്റെ ജൂനിയേഴ്സ് ഇത് കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം. ഓക്കെ. അപ്പോൾ നമുക്ക് പല്ല് തേച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ. ഞാൻ പല്ല് തേച്ചിട്ട് വരാം ഗൈസ്. എന്നിട്ട് നമുക്ക് ഇനി മെസ്സിലോട്ട് ചെന്നാൽ നമ്മളെ ഓട്ടി വിടും. അതുകൊണ്ട് ഓട്സ് ഉണ്ട്, നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഓട്സ് ആക്കാം. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കണം. അങ്ങനെ കുറച്ച് പണി ഉണ്ട്. അപ്പോൾ നമ്മൾ പല്ല് തേച്ച് വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ. നമ്മുടെ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഓട്സ് ഉണ്ടാക്കണം. ഓക്കെ. ഓട്സ് ഉണ്ടാക്കാനുള്ള വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് നമ്മുടെ വലിയതായിട്ടൊന്നും പറയാനില്ല, സ്കിൻ കെയർ ഉണ്ടല്ലോ, സ്കിൻ കെയർ അതുണ്ട്. അപ്പം പോൺസിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസറാണ് കുറേ കാലങ്ങളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കുഞ്ഞൊരു ബോട്ടിലാണ് അപ്പം മേടിച്ചത് കേട്ടോ. അപ്പോൾ ഇതും ഒരു ലിപ് ബാം ഉണ്ട്, ഡെർമാക്കോൻ്റെ ഒരു ലിപ് ബാമാണ് തോന്നുന്നു. നമ്മളെ പിഗ്മെൻറ്റേഷനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിപ് ബാമാണ്. SPF 30 ഒക്കെ ഉണ്ട് അതിൽ. അപ്പോൾ സൗണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. അപ്പം നമുക്കിതൊക്കെ ഇടുമ്പോഴത്തേന് ചിലപ്പം കെറ്റിലെ വെള്ളം ചൂടാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓട്സ് ഉണ്ടാക്കാം. ഓക്കെ. ഇന്നിപ്പോൾ എന്നെ കണ്ട് ബോറടിക്കും. ഞാൻ വല്ല വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ വല്ലതും വ്ളോഗിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. പക്ഷേ എത്രത്തോളം നടക്കുമെന്നറിയില്ല. എന്നാലും ഞാൻ ശ്രമിക്കും. ഓക്കെ. ഇതാ അവിടെ കുറച്ച് ഓട്സ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തിളപ്പിക്കാൻ വെച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളത് മൂടി വെച്ച് കഴിഞ്ഞാൽ ഓട്സ് വെന്തോളും. അധികം ടൈമൊന്നും എടുക്കില്ല, ഓട്സിന് അധികം വേവില്ലല്ലോ. അപ്പം അത് ഇപ്പം പാലും കാര്യങ്ങളൊന്നും ഇല്ല, അതൊക്കെ തട്ടിക്കൂട്ട് ഒരു ഓട്സ് ഉണ്ടാക്കലാണ്. അപ്പോൾ ഇതിലൊക്കെ സംതൃപ്തിപ്പെട്ട് ഞാനങ്ങ് കഴിക്കും. പിന്നെ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ചായ കിട്ടില്ല എന്നല്ല, നേരം 10-11 മണിയായി. ഇപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ ചായ ചൂടാറിയിട്ടുണ്ടാവും. പിന്നെ എല്ലാം കൊണ്ടും അവർക്ക് ഇഷ്ടപ്പാടാണ്. കഴിഞ്ഞാൽ കുറച്ച് ഡേറ്റ്സും അതൊരു മ്യൂസ്ലി ഉണ്ടല്ലോ, അതൊക്കെ ഇട്ടിട്ട് നമ്മളങ്ങനെ കഴിക്കും. ഇനി നമുക്കിത് തിന്നാം. തിന്നുന്നതൊന്നും കാണിക്കണ്ടല്ലോ, അങ്ങനല്ല, അതൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കഴിച്ചിട്ട് വരും. അപ്പോഴത്തേക്ക് എൻ്റെ തലമണ്ടയിൽ വല്ല പ്ലാനും വരുന്നുണ്ടോയെന്ന് നോക്കട്ടെ കേട്ടോ. പിന്നെ ഇവിടെ മൊത്തത്തിൽ ആകെപ്പാട് ഒരു മെസ്സി അവസ്ഥയാണ്. എന്താ പറയുക, മൊത്തത്തിലൊരു വൃത്തികെട്ട റൂമായി മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ എൻ്റെ സ്ഥലമൊക്കെ ഒന്ന് വൃത്തിയാക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നോക്കട്ടെ. സത്യം പറഞ്ഞാൽ ഇന്ന് ഭയങ്കര മടിയെന്ന് പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞുകൂടെ എന്ത് മടി അങ്ങനെയാണ്, വൃത്തികെട്ട മടി. അപ്പോൾ എൻ്റെ മൂടനുസരിച്ച് ചിലപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചിലപ്പം സിനിമ കാണും. ഒന്നും വിചാരിക്കരുത്. ഇന്ന് പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ലാത്തൊരു സൺഡേയാണ്, അതാണ് പ്രശ്നം. അപ്പം ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അത് ഞാൻ വിചാരിച്ച കാര്യമാണ്. പക്ഷെ അതെപ്പോൾ ചെയ്യും, എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. എന്തായാലും വൃത്തിയാക്കും. എൻ്റെ അമ്മ ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ചിലപ്പോൾ ഒരു വിളി അല്ലെങ്കിൽ ഇവിടെ വന്നതിന് തല്ലിക്കൊല്ലുള്ള ചാൻസ് ഉണ്ട്. കാരണം കുത്തഴിഞ്ഞൊരു ജീവിതം. എൻ്റെ അമ്മ കറഞ്ഞുകൂടാ. അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ മടിയാവാമല്ലോ. ഇന്ന് നമ്മളിങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കുമോ. കാരണം ഇന്ന് എന്നെ ഒന്നിനും എൻ്റെ ബോഡി സമ്മതിക്കുന്നില്ല. മൊത്തത്തിലൊരു ക്ഷീണമാണ്, ഭയങ്കര ക്ഷീണം, തലവേദനയൊക്കെ വരുന്നുണ്ടെന്നെല്ലാം ഉണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ഇന്നലെ ഒരു റീൽസ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കാര്യം കണ്ടു. നമ്മൾ നല്ല എനർജറ്റിക്കായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ നല്ല എനർജിയുള്ള പണികളൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ മടി കാണിക്കുക. ഓക്കെ. അത് നല്ല തല്ലിൻ്റെ കുറവാണ് മടി കാണിക്കുന്നത്. നമ്മൾ നല്ല ലേസി ആയിട്ട് ഭയങ്കര മടിയുള്ള ഒരു സമയത്ത് നമുക്ക് ആ ബോഡിക്ക് ഒന്നും വയ്യാതിരിക്കുമ്പോൾ നമ്മൾ നല്ല അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് ചെയ്യാനുള്ള, അല്ലെങ്കിൽ കുറച്ച് തുണി മടക്കാൻ, അങ്ങനെ കുഞ്ഞു അധികം എനർജി ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാം. അതാണ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പം ഇന്നെനിക്ക് ഇല്ല, ഒട്ടും എനർജി ഇല്ല. അപ്പോൾ നമ്മൾ കുഞ്ഞു പണികളൊക്കെ, ക്ലീനിങ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാം. ഓക്കെ. സത്യം പറഞ്ഞാൽ ഇന്ന് വ്ളോഗിൽ ഞാനേ ഉണ്ടാവുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. അതിൻ്റെ ഇടയ്ക്ക് വല്ലതും സംഭവിച്ചാൽ ഉണ്ടായി ഒന്ന് പുറത്തു പോകാനോ, അല്ലെങ്കിൽ ഇവിടെ ആരുമില്ല, മെയിൻലി ഇവിടെ ആരുമില്ല. അപ്പം ആരെങ്കിലും ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടൊന്നും ആരുമില്ല. നമ്മൾ പുറത്തിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ പുതിയ മുഖങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ശരി. അപ്പം ഞാൻ കഴിക്കട്ടെ.
കുടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഞാൻ അവിടെ നന്നാക്കാമെന്നുള്ളൊരു പ്ലാനിലെത്തി. കാരണം ഫോൺ നോക്കിയിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പണി നടക്കില്ല. കൂടുതലായിട്ടൊന്നും നന്നാക്കേണ്ടി വന്നില്ല. എന്നാലും ഈ കുളത്തിലൊക്കെ ഞാൻ എത്തിച്ചു റൂമിന്. ഇന്നലെ ഞാൻ ഈ സിനിമ കണ്ടുകൊണ്ട് നിന്നപ്പോഴാണ് ചാർജ് കഴിഞ്ഞത് ലാപ്പിൽ. അപ്പോൾ പിന്നെ അതിരുന്ന് കുറച്ച് നേരം കണ്ട് അപ്പോഴത്തേക്ക് ഇവൻ്റെ ചോറിന് ടൈമായി. അങ്ങനെ നേരെ ചോറിന് നമ്മളെ കോളേജാണ് കേട്ടോ. കോളേജിൻ്റെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് പുതിയ ഹോസ്റ്റൽ. അവിടെയാണ് ഇപ്പോൾ ഞാൻ താമസിക്കുന്നത്. ഹായ് പറയ്. ഹായ് ഹായ് പറയില്ലല്ലേ എൻ്റെ ഹായ്. നമ്മളെ ശാന്തമ്മയാണ്. ശാന്തമ്മ ഇപ്പോൾ മാല ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ തിരിച്ച് ഹോസ്റ്റലിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ ഞാൻ പോകുന്ന സമയത്തോടൊരു കല്യാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉച്ച കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് വന്ന് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഫോൺ നോക്കിയിരുന്നു. എൻ്റെ ഇടയ്ക്ക് ഉറക്കം എന്ന് വെച്ചാൽ വലിയ ഉറക്കമൊന്നും വന്നിട്ടില്ല. പക്ഷെ വെറുതെ കണ്ണ് കൂട്ടി കിടന്നു അത്ര തന്നെ. നല്ലപോലെ ഉറങ്ങിയെന്നൊന്നും പറയാനില്ല. അപ്പോൾ ഒത്തിരി നേരം കിടന്നുറങ്ങി. സൂര്യനൊക്കെ കണ്ണിൽ കിടന്ന് കുത്തുക, നേരെ വന്നിട്ട് ഉപദ്രവിക്കുക അങ്ങനെ ചെയ്യാൻ സൂര്യൻ. അപ്പോൾ റൂമിലേക്ക് നല്ല വെളിച്ചം വന്നുകൊണ്ടിരിക്കുക വൈകുന്നേരമായിട്ട്. അപ്പോൾ ഇന്നലെ കൊണ്ട് വിചാരിക്കുന്നു ഒന്ന് അമ്പലത്തിൽ പോകണമെന്ന്. അപ്പോൾ രാവിലെ എന്തായാലും നല്ല ലേറ്റായിട്ട് എണീറ്റപ്പോൾ ഉറപ്പം നിലത്തെ കിടത്തം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായിട്ട് രാവിലെ പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈകിട്ട് പോയി അമ്പലത്തിലൊക്കെ പോയിട്ട് വരാം. അപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്നു ഒന്ന് പോയിട്ട് അമ്പലത്തിലൊക്കെ പോയിട്ട് മെസ്സിൽ കയറി ചായ കുടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. മെസ്സ് ഇവിടെ തൊട്ടപ്പുറത്താണ് കേട്ടോ. നമ്മളിവിടെ ഹോസ്റ്റലിൽ തൊട്ടപ്പുറത്താണ് മെസ്സ്. അങ്ങോട്ട് പോകണം. അങ്ങനെ നമുക്ക് കുളിച്ചിട്ടൊക്കെ പോയി അമ്പലത്തിലൊക്കെ പോയിട്ട് അമ്പലത്തിൽ പോകുമ്പോൾ ഇനി കാണാം. ഓക്കെ ശരി. കുളിച്ചൊക്കെ റെഡിയായിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ അമ്പലം. അങ്ങനെ പോയി തൊഴുത് ഇറങ്ങിയിട്ടാണ്. ഇതാണ് വൈകുന്നേരമായ ഇവിടുത്തെ ഒരു ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അവിടെ പോയിരിക്കാനൊക്കെ നല്ല രസമാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ മെസ്സ് പോവാണ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. പോയി കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് സമാധാനമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നേരെ ചെന്ന് ബ്രെഡും ചായയൊക്കെ കുടിച്ച് ഞാൻ നേരെ അവിടെ സ്റ്റോറിൽ പോയിട്ടൊരു മാഗിയൊക്കെ. അപ്പോൾ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി തിരിച്ചു വന്നു കേട്ടോ. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടി എന്ന് പറയാൻ ഒന്നുമില്ല. കുറച്ച് അലക്കണം, ഒരു ബുക്ക് തീർക്കാനുണ്ട്. ബുക്കൊന്ന് വായിച്ച് തീർക്കണം, ഒരു ബ്ലോഗ് അപ്ലോഡ് ചെയ്യണം, പ്രാക്ടിക്കൽ വർക്കാണ് ചെയ്യാണ്ട് ചെന്ന് കഴിഞ്ഞാൽ മിസ്സിനെ കൊല്ലും. അപ്പോൾ പിന്നെ അതൊന്ന് ചെയ്യണം. അങ്ങനെ കുറച്ച് ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിന് കാണേണ്ടി വരും. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ ഫുഡ് കഴിക്കാൻ പോകും. ഇതൊക്കെ തന്നെ വ്ളോഗിലുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് അതിങ്ങനെ റിപ്പീറ്റ് അടിച്ച് കാണണ്ടല്ലോ. അപ്പോൾ നമുക്ക് അമ്പലത്തിലൊക്കെ പോയി ഇപ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ട്. ഈ ഫ്രഷ്നെസ്സോട് കൂടി നമ്മൾ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതാണ് സൺഡേ വ്ളോഗ്. കാര്യമായിട്ട് പ്രത്യേകിച്ച് പോകാനൊന്നുമില്ല, എവിടെയും പോകാനോ ഇതാക്കാനൊന്നും ഇല്ലാത്ത ദിവസം ഇതിനൊക്കെ തന്നെയാണ് സ്പെൻഡ് ചെയ്യാറ്. പക്ഷേ ഇന്ന് കുറച്ച് മടി കൂടുതലാണെന്നുള്ളത്. വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ നമ്മൾ വ്ളോഗ് നിർത്താം. ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം. അപ്പോൾ ബൈ ഗൈസ്.